ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ പാത്രത്തിൽ കാണുന്നത് പോലെ എനിക്കിന്ന് കുറച്ച് കരിമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു അടിപൊളി കരിമീൻ മപ്പാസ് വെച്ചാലോ? അതിനായിട്ട് ഞാനിവിടെ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കരിമീൻ കൊണ്ടുള്ള എന്ത് വിഭവമായാലും അത് കഴിക്കുന്നതിനേക്കാളിലും ആ കരിമീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അങ്ങനെ നമുക്ക് ഈ മീൻ മപ്പാസ് വെക്കാനായിട്ട് അത് ആദ്യം ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം. നമുക്ക് മീനിന് ആവശ്യമായ മസാലകളെല്ലാം എടുക്കാം. അതിനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ഉപ്പ്, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മീനിൽ പിടിക്കുവാനായിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാം. അങ്ങനെ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഓരോ മീനായി പെറുക്കി വെച്ച് 2 സൈഡും നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഈ അരപ്പെല്ലാം മീനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച മീനെല്ലാം എടുത്ത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ മീനെല്ലാം പെറുക്കി വെച്ചെടുത്തിട്ടുണ്ട്. അതൊരു വശം പൊള്ളി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത വശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ആ വശവും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മപ്പാസിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയും തക്കാളിയും പച്ചമുളകുമാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ അതെല്ലാം ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയുള്ള തേങ്ങ എല്ലാം ഒന്ന് തിരുമ്മിയെടുക്കണം. തിരുമ്മിയെടുത്ത് തേങ്ങയുടെ പാലെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും വെവ്വേറെ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മപ്പാസ് തയ്യാറാക്കാം. ഞാനിവിടെ വിറകടുപ്പിൽ നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി എടുത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 പിടി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1-2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ നല്ലതായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്ത് തക്കാളി ഉള്ളിയെല്ലാം കൂടെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഈ 2-ാം പാലിനകത്താണ് സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടേണ്ടത്. അതിനായി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ മപ്പാസിലേക്ക് പ്രത്യേകിച്ച് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പൊള്ളിച്ച് മാറ്റി വെച്ചിരുന്ന മീനെടുത്ത് ഓരോന്നായി അതിലേക്ക് അടുക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ മീനെല്ലാം ഇതിലേക്ക് പെറുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഒന്ന് ഇളക്കുവാൻ പാടില്ല കേട്ടോ. അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക മാത്രമേ ആകാവുള്ളൂ, അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അങ്ങനെ പാത്രം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാലെടുത്ത് ഒഴിച്ച് കൊടുക്കണം.
അങ്ങനെ ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉരുളി ഒന്ന് നല്ലതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ചെറിയ തീയിൽ തന്നെ അടുപ്പിൽ വെക്കണം. ഇനിയിപ്പോൾ ഈ കറി അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഈ മപ്പാസിന് എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായോ എന്ന് നോക്കിയിട്ട് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി കരിമീൻ മപ്പാസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.